പരിശുദ്ധാത്മാവ്. ഈശോ തൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും മുമ്പ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദാന അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അതിഗംഭീരമായിട്ടുള്ള പ്രസംഗങ്ങളും ആശയങ്ങളും വലിയ പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇന്ന് സഭയിൽ യാതൊരു കുറവുമില്ല. യൂട്യൂബ് ഒന്ന് തുറന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. പരിശുദ്ധാത്മാവിനെ കുറിച്ച് എത്ര നല്ല ആശയങ്ങളാണ്, എത്ര മനോഹരമായിട്ടുള്ള പ്രസംഗങ്ങളാണ് ചില വൈദികരിൽ, ചില ആത്മായ പ്രേക്ഷിതർ പറയുന്നതെന്നറിയാമോ? പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇന്ന് സഭയിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ആ ഒരു അനുഭവമില്ലേ, ആ ഒരു അനുഭവമാണ് ഇന്ന് നമുക്ക് ഇല്ലാതെ പോയിട്ടുള്ളത്. പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ അനുഭവത്തിന് വലിയൊരു ദാരിദ്ര്യമാണ്. നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ഒരനുഭവം. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള നല്ല നല്ല പ്രസംഗങ്ങളും നല്ല പ്രഭാഷണങ്ങളും കേട്ട് അതിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോകരുത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അനുഭവിച്ചാൽ മാത്രമേ അതിൻ്റെ ആ വില എന്താണെന്ന്, അതിൻ്റെ മഹത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ ഇറങ്ങി വന്നാലുണ്ടല്ലോ, പിന്നീട് ഒരിക്കലും നമ്മൾ മറ്റൊരു ഭൗതിക കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കർത്താവിൻ്റെ മുന്നിൽ ചോദിക്കുകയില്ല, കർത്താവിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കില്ല. കാരണം എന്താണെന്നറിയാമോ? മറ്റെല്ലാ ദൈവാനുഗ്രഹങ്ങളെക്കാളും ഏറ്റവും മഹത്തായതും സ്വാദുള്ളതുമായിട്ടുള്ള ഒരു അനുഗ്രഹ അഭിഷേകമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ലൂക്കായുടെ സുവിശേഷത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതേ ലൂക്കാ സുവിശേഷകൻ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്ന, ശക്തിപ്പെടുന്ന ഒരു ശിഷ്യ സമൂഹത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത ശേഷം പിന്നെ സ്വർഗത്തിലേക്ക് പോവാണ്. അതിനുശേഷം പിന്നെ ശിഷ്യന്മാർ അടച്ചു പൂട്ടപ്പെട്ട ഒരു മുറിയുടെ ഉള്ളിലാണ് ഇവർ താമസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത് വരെ, പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുന്നത് വരെ ഇവർ ലോകത്തിലേക്ക് വരുന്നില്ല, ഇവർ പുറത്തേക്ക് വരുന്നില്ല. ഇവർ ഈ അടച്ചു പൂട്ടപ്പെട്ട ഈ മുറിയുടെ ഉള്ളിൽ, അല്ലെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് ഇവർ പ്രാർത്ഥിക്കുകയാണ്. ശിഷ്യഗണം അനുഭവിച്ചു പോയ ഈ പേടിയുടെ, ഭയത്തിൻ്റെ ഈ സാഹചര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കിയെടുക്കേണ്ടത്. കാരണം എന്താണെന്നറിയാമോ? എന്തുകൊണ്ടാണ് ഇവർ പുറത്തേക്ക് വരാതിരുന്നത്? കാരണം ഒന്നേ ഉള്ളൂ, ഇവർക്ക് ഭയമായിരുന്നു. ഈശോയെ കൊന്നതുപോലെ ഈശോയുടെ അനുയായികളെയും കൊല്ലും എന്നുള്ള ഒരു ചിന്ത ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അവരുടെ ഭയം? അവരുടെ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണഭയം. മരണഭയമായിരുന്നു. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് മരണഭയമാണ്. ആർക്കും മരിക്കാൻ താല്പര്യമില്ല. എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ മരിക്കുമെന്ന് നമുക്ക് പേടിയാണ്. ഒരു 95% ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കാനുള്ള പേടിയാണ്, മരിക്കാനുള്ള ഭയമാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ഈ ഭയം അവരിൽ നിന്ന് എങ്ങനെയാണ് വിട്ടുപോയെന്നറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ. ഓർക്കുക, പരിശുദ്ധാത്മാവ് അവരുടെ ശത്രുക്കളെ ഇല്ലാതാക്കിയില്ല. ശത്രുക്കൾ ചുറ്റുമുണ്ടായിരുന്നു. കൊലവിളി നടത്തുന്ന യഹൂദന്മാർ അവരുടെ ചുറ്റുമുണ്ടായിരുന്നു, ആ ദേശത്തുണ്ടായിരുന്നു. ഒരു ശത്രു ഇല്ലാതായില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ശത്രുക്കൾ ചുറ്റുമുണ്ടെങ്കിലും അവർക്ക് അവരെ ഭയമില്ലാതായി. അവർ സധൈര്യം ഈശോയെക്കുറിച്ച് പറഞ്ഞു, ഒരു ഭയമില്ലാതെ ഈശോയെക്കുറിച്ച് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ഇതേ അനുഭവമാണ് നമ്മൾ അനുഭവിക്കുന്നത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ചുറ്റുപാട് ശത്രുക്കളുണ്ടാവും. അവരൊന്നും ഇല്ലാതാകുന്നില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ലാതാകുന്നില്ല. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാൻ, ചുറ്റുപാടുകളിൽ നമ്മൾക്കെതിരെ വരുന്ന ശത്രുക്കളെയൊക്കെ അതിജീവിച്ച് അവരുടെയൊക്കെ മേൽ വിജയം വരിക്കാൻ, നമ്മുടെ പ്രതിസന്ധികളെ, നമ്മുടെ വേദനകളെ, നമ്മുടെ ദുഃഖങ്ങളെ, ഭാരങ്ങളെ, നിരാശകളെ എല്ലാം അതിജീവിച്ച് വിജയിക്കാനുള്ള ഒരു കരുത്ത്, അതാണ് പരിശുദ്ധാത്മാഭിഷേകം വന്നു കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും ലഭിക്കുന്നത്. ആത്മാവിൻ്റെ അഭിഷേകം വന്നു കഴിയുമ്പോൾ വലിയൊരു ആനന്ദമാണ്, വലിയൊരു സന്തോഷമാണ്, വലിയൊരു സമാധാനമാണ്.
ഈ സമാധാനവും സന്തോഷവും ആനന്ദമൊക്കെ ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എന്തും നേടിയെടുക്കാമെന്നുള്ളൊരു ആത്മധൈര്യം കിട്ടും. പിന്നീട് നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നും. പിന്നീട് നമുക്ക് എല്ലാ ആത്മീയ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ആത്മീയാഭിഷേകത്തിൽ നിലനിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരാനായിട്ട് യാതൊരു തടസ്സം ഉണ്ടാകില്ല. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ ജീവിക്കാൻ, കർത്താവിനെ സാക്ഷികളാകുവാൻ, ആ അനുഗ്രഹത്തിൻ്റെ സാക്ഷികളാകുവാൻ നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ്. വലിയ വലിയ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കേട്ട് അതിൽ മാത്രം സന്തോഷിച്ച് നമ്മൾ ഒതുങ്ങിപ്പോരുത്. ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അശുദ്ധി, തിന്മ, പാപം അവയെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കി വിശുദ്ധിയോടെ പരിഹാരം ചെയ്ത് പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു പ്രാർത്ഥനയിൽ ആത്മാവിനെ സ്നേഹിച്ചുകൊണ്ട് ആത്മാവിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പരിശുദ്ധാത്മാഭിഷേകത്താൻ അറിയും. ഈ ഒരു വലിയ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രത്യേകം ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം.